മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 23/5/1998 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അശ്വതിയാണ് നക്ഷത്രം. അശ്വതി 2-ാം പാദം. ചിങ്ങലഗ്നം. ലഗ്നത്തിൽ രാഹു. 2, 3, 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ വ്യാഴം കേതു. 8-ൽ ശുക്രൻ. 9-ൽ ചന്ദ്രൻ, ശനി, ബുധൻ. 10-ൽ സൂര്യൻ, കുജൻ, ഗുളികൻ. 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് രാഹു കേതുക്കൾക്കുള്ളിലായിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. കാളസർപ്പയോഗം. ഉപരി ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ഗ്രഹസ്ഥിതി കൂടിയാണിത്. ലഗ്നത്തിൽ രാഹു നിൽക്കുന്നു. അതിൻ്റെ 7-ാം ഭാവത്തിൽ വ്യാഴം, കേതു. ഭാഗ്യസ്ഥാനത്ത് 9-ൽ നീചനായി ശനി, ചന്ദ്രൻ, ബുധൻ. ചന്ദ്രൻ ശനി കോമ്പിനേഷൻ, പ്രത്യേകിച്ചും നീചനായ ശനിയോടൊത്ത് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഗുളികൻ്റെ ദൃഷ്ടി കൂടെ 12-ാമത്തെ ദൃഷ്ടി കൂടെ വരുന്നുണ്ട്. രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ, അതല്ലെങ്കിൽ ഓവർ തിങ്കിങ്, അതല്ല എങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ധാരാളമായിട്ട് അറിഞ്ഞോ അറിയാതെയോ മനസ്സിലേക്ക് കടന്നു കൂടുന്ന ഒരവസ്ഥ കൂടി ഇവിടെ കാണേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം ചിങ്ങ ലഗ്നക്കാരനാണ്. ലഗ്നാധിപൻ നിൽക്കുന്നത് ശക്തനായ കുജനോടൊത്താണ്. അതിൻ്റേതായിട്ടുള്ള ധൈര്യം ഈ വ്യക്തിക്ക് ഉണ്ടാകും. അത് വളരെ നല്ലത് തന്നെയാണ്. ദേഷ്യം, മുൻകോപം, ചിങ്ങലഗ്നം എന്ന് പറഞ്ഞാൽ തന്നെ മുൻകോപത്തിൻ്റെ സൂചന തന്നെയാണ്. സൂര്യൻ്റെ സ്വഭാവം തന്നെയാണ് ചൂട് എന്ന് പറയുന്നത്. അത് കുജനോടൊത്ത് നിൽക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ ദേഷ്യം ഇരട്ടിയാകും. പ്രത്യേകിച്ച് അവിടെ ഗുളികൻ്റെ സാന്നിധ്യം കൂടുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള സെൻസിൽ പോലും ദേഷ്യത്തെ അവിടെ കാണേണ്ടിയിരിക്കുന്നു. ലഗ്നത്തിലെ രാഹുവും അതിന് വെള്ളവും വളവും കൊടുക്കുമെന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, വ്യാഴത്തിൻ്റെ 7-ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. നല്ലത് തന്നെയാണ്. പക്ഷേ കാളസർപ്പയോഗം പോലെയുള്ള അവസ്ഥകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഉയർച്ച ഒരല്പം ഡിലേ, താമസം, വൈകി ആയിരിക്കും. ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സമയത്ത് കാര്യങ്ങൾ അനുകൂലമായി വന്നോണം എന്നില്ല. അങ്ങനെ വരുന്നില്ല എന്ന് കരുതി പേടിച്ച് ഭയന്ന് പിന്മാറാൻ ഒരുങ്ങിയാൽ അതിന് മാത്രമേ സമയം കാണുകയുള്ളൂ. അപ്പോൾ ഒരു തടസ്സം വന്നാൽ തന്നെയും വീണ്ടും അതിനു വേണ്ടി തന്നെ എന്തിനാണോ ലക്ഷ്യം വെച്ചത് അതിനു വേണ്ടി തന്നെ വീണ്ടും ശ്രമിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി. അതേപോലെ തന്നെ ലഗ്നാൽ 10-ലാണ് സൂര്യൻ, കുജൻ, ഗുളികൻ നിൽക്കുന്നത്. 10-ൽ സൂര്യൻ, കുജൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ അവിടെ ഗുളികൻ ഉള്ളത് കൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ്സ്, ജോലിയിലേക്കുള്ള പഠനം നടത്തുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ്സ്, അതല്ലെങ്കിൽ മാറ്റ ജോലികൾ. 10-ാം ഭാവാധിപൻ ശുക്രനാണ്. ഉച്ചനായിട്ട് നിൽക്കുന്നു. വളരെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. പക്ഷേ അവിടെ എടുക്കേണ്ടുന്ന കാര്യം 10-ാം ഭാവാധിപൻ ശുക്രനാണ്. 10-ൽ ഗുളികനൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മാറ്റ ജോലികൾ, ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത്, അതല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മാറി മറ്റൊരു രാജ്യത്തൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യത, അവസരമൊക്കെ കിട്ടും. അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനും ശ്രമിക്കുക. പിന്നെ 10-ൽ ഗുളികനുള്ളത് കൊണ്ട് ജോലി സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇറിറ്റേഷൻസ്, ദേഷ്യപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനെ ഒരു പരിധിയിൽ കൂടുതൽ ഗൗനിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഗൗരവത്തിലെടുക്കാതെ ഇരിക്കുക. ഗൗരവത്തിൽ എടുത്തു പോയി കഴിഞ്ഞാൽ അത് സ്വന്തം മനസ്സിന് തന്നെ ബുദ്ധിമുട്ടുകളെ, ടെൻഷൻസിനെ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള വ്യാഴമാണ് 7-ൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. എന്ന് വെച്ചാൽ ഈ കേതുവിൻ്റെയൊക്കെ സാന്നിധ്യം മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനുമായിട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, രാഹുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ പിഴവ് സംഭവിക്കാനുള്ള മടി പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ലഗ്നത്തിലൊക്കെ രാഹു, പ്രത്യേകിച്ച് ചിങ്ങലഗ്നം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഫാസ്റ്റാണ്.
അപ്പോൾ അവിടെ രാഹുവും കൂടെ നിന്ന് കഴിഞ്ഞാൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലും ചിന്തിക്കാനുള്ളൊരു സമയം ചിലപ്പോൾ എടുത്തുകൊള്ളുന്നില്ല. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ തന്നെ പ്രതികരിക്കുന്നത് അബദ്ധമായി മാറാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നിർബന്ധമായും കണിശമായും അല്പം ഹെവി ആയിട്ടുള്ള പരിഹാരങ്ങൾ തന്നെ എടുത്ത് പോകേണ്ടുന്ന 98 വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ അല്പം ഹെവി ആയിട്ടുള്ള പരിഹാരങ്ങൾ തന്നെ എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹനിലയാണിത് എന്ന് തിരിച്ചറിയുക. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സൂര്യദശയാണ് നടക്കുന്നത്, ലഗ്നാധിപൻ്റെ തന്നെ ദശയാണ്. അപ്പോൾ അതിൽ ശനിയുടെ അപഹാരമാണ്, നീചസ്ഥനായി നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യം തന്നെയാണ്. പ്രത്യേകിച്ച് മടി, ഈ ശനിയൊക്കെ നീചനായിട്ടൊക്കെ നിൽക്കുന്നു, അതിൽ സൂര്യൻ്റെ അപഹാരം, സൂര്യൻ ശനി ശത്രുക്കളാണ്. അതിൽ ശനിയുടെയൊക്കെ അപഹാരം വന്നു കഴിഞ്ഞാൽ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ മടി പിടിച്ചിരിക്കുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മടി പിടിച്ചങ്ങനെ ഇരുന്ന് നല്ല സമയങ്ങൾക്ക് തള്ളിക്കളയുന്ന ഒരു രീതി ധാരാളം ആളുകൾക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുകയും അതിനോടൊത്ത് പരിഹാരങ്ങൾ അതിന് വേണ്ടി അത് മാറുന്നതിനായിട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 60% വരെ അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. ബാക്കി 40% നമ്മൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രഹനിലയുടെ ഒരു അവകാശം തന്നെയാണത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതുകൊണ്ടാണ് ഈ മടി വരുന്നത്, മടി പിടിച്ചിരുന്നാൽ അത് ജീവിതത്തിന് ഗുണമല്ല, ദോഷമാണ് ചെയ്യുക എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി മുന്നോട്ട് ഒരു 60% മാറ്റി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പരിഹാരങ്ങൾ അല്പം ഹെവി ആയി തന്നെ ചെയ്യുന്നത്. കണിശമായിട്ടും പരിഹാരങ്ങൾ ചെയ്തു പോകേണ്ടതാണ്. അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ലഗ്നത്തിൽ രാഹു 5ാം ഭാവാധിപൻ കേതുവിനോടൊത്ത്, ചന്ദ്രൻ നിൽക്കുന്നത് നീചനായ ശനിയോടൊത്ത്, 10ലാണെങ്കിൽ ഗുളികനുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നിർബന്ധമായും കണിശമായും പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹസ്ഥിതി കൂടിയാണത്. ഇദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധ നിർബന്ധമായിട്ടും വേണം. കാര്യം 7ൽ കേതുവിൻ്റെ സാന്നിധ്യമുണ്ട്, 7ാം ഭാവാധിപൻ നീചനാണ്, പ്രത്യേകിച്ചും അത് ശനിയാണ്. അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകളിൽ എടുത്തു കഴിഞ്ഞാൽ അശ്വതിയാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു 2003 വരെ കേതു, അതിനുശേഷം ശുക്രൻ 2023 വരെ, അതിനുശേഷം സൂര്യൻ 2029 വരെ, അതിനുശേഷം ചന്ദ്രൻ 10 കൊല്ലം 2039 വരെ, ശേഷം കുജൻ 2046 വരെ, ശേഷം രാഹു 2064 വരെ, ശേഷം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞു, നടപ്പ് ദശ എന്ന് പറയുന്നത് സൂര്യനിൽ രവിയിൽ ശനിയാണ്. ഒരു ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും വേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ഇത്. കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ലഗ്നാധിപൻ ജോലി ഒക്കെ വച്ചിട്ട് ആദ്യത്തെ കുറച്ച് തടസ്സങ്ങൾ, കുറച്ച് നെഗറ്റീവ്സ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അത് കയറിപ്പോവും. പക്ഷേ ഒരല്പം ക്ഷമ, ഒരല്പം പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് സ്വയം ആർജിതമായിട്ട് തന്നെ ആ വ്യക്തി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എടുത്തുചാട്ടങ്ങൾ കണിശമായിട്ടും ഒഴിവാക്കി തന്നെ വേണം ഇത്തരം വ്യക്തികൾ ജീവിതത്തെ പൊതുവെ കാണാനായിട്ട്. എടുത്തുചാട്ടം നടത്തുക വഴി സംഭവിക്കാവുന്നത് അബദ്ധങ്ങളാണ് എന്ന് ആദ്യമേ തിരിച്ചറിയാനുള്ള ഒരു അറിവ്, ബുദ്ധി, ശേഷി സ്വയം ആർജിച്ചേ മതിയാവുകയുള്ളൂ. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.